വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മളിപ്പോൾ 2 ദിവസമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് റബ്ബർ, ഫൈബർ തുടങ്ങിയിട്ടുള്ള 2 ടോപ്പിക്കുകളാണ്. കുറച്ചധികം എന്താ പറയുക, കാര്യങ്ങളൊന്നും ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടില്ല, വളരെ കുറച്ചുള്ളൂ. സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മൾ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. പ്രകൃതിദത്തമായിട്ടുള്ള റബ്ബർ ഏതാണ് എന്ന് നിങ്ങളോട് ചോദിക്കാന്ന് വിചാരിക്കൂ. പ്രകൃതിദത്തമായിട്ടുള്ള റബ്ബറാണ് നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ അതിന് ഉത്തരം പറയേണ്ടത് ഐസോപ്രിൻ എന്നാണ്. എന്താ മക്കളെ? ഐസോപ്രിൻ ആട്ടോ. പ്രകൃതിദത്തമായിട്ടുള്ള റബ്ബർ ഏതാണ്? ഐസോപ്രിൻ എന്ന് പറയുന്ന റബ്ബറാണ്. എന്നാൽ നമ്മളോട് ചോദിക്കുകയാണ് കൃത്രിമ റബ്ബർ ഏതാന്ന് ചോദിക്കാന്ന് വിചാരിക്കും. കൃത്രിമ റബ്ബർ ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പറയും നിയോപ്രിൻ ആണെന്ന്. അപ്പൊ പ്രകൃതിദത്തമായിട്ടുള്ളത് ഐസോപ്രിൻ ആണ്, കൃത്രിമമായിട്ടുള്ള റബ്ബർ നിയോപ്രിൻ ആണ് കേട്ടോ. പ്രകൃതിദത്തമായിട്ടുള്ള റബ്ബർ ഐസോപ്രിൻ ആണ്, കൃത്രിമ റബ്ബർ ഏതാണ്? നിയോപ്രിൻ ആണ്. പ്രകൃതിദത്തമായിട്ടുള്ള റബ്ബർ ഐസോപ്രിൻ, കൃത്രിമ റബ്ബർ നിയോപ്രിൻ. ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക്? ഇനി റബ്ബർ ഏത് ലായനിയിലാ ലയിക്കണേ? റബ്ബർ ലയിക്കുന്ന ലായനി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പറയണം ബെൻസീൻ ആണെന്ന്. അപ്പൊ ബെൻസീൻ എന്ന് പറയുന്ന ലായനിയിൽ എന്ത് ലയിക്കും? റബ്ബർ ലയിക്കും. അപ്പൊ റബ്ബർ ലയിക്കുന്ന ലായനി ഏതാണ്? ബെൻസീൻ ആണ് കേട്ടോ. അപ്പൊ ക്ലിയർ ആയില്ലേ? അപ്പൊ പ്രകൃതിദത്തമായിട്ടുള്ള റബ്ബർ ഐസോപ്രിൻ ആണ്, കൃത്രിമ റബ്ബർ നിയോപ്രിൻ ആണ്. റബ്ബർ ലയിക്കുന്ന ലായനി എന്താണ്? ബെൻസീൻ ആണ്. ഇനി റബ്ബറിന്റെ കട്ടി കൂട്ടാനായിട്ട്, ഈ റബ്ബറിന്റെ കട്ടി കൂട്ടാനായിട്ട് നമ്മൾ എന്താ ഉപയോഗിക്കുക? റബ്ബറിന്റെ കട്ടി കൂട്ടാൻ നമ്മൾ ഉപയോഗിക്കുക സൾഫർ ആണ്. റബ്ബറിന്റെ കട്ടി കൂട്ടാൻ നമ്മൾ സൾഫറാ. അങ്ങനെ റബ്ബറിന്റെ കട്ടി കൂട്ടാൻ സൾഫർ ഉപയോഗിക്കുന്ന പ്രോസസ്സ് ഉണ്ടല്ലോ, ആ പ്രോസസ്സ് സ്ഥിരമായിട്ട് PSC ചോദിക്കാറുണ്ട്. അതിന്റെ പേര് വൾക്കനൈസേഷൻ എന്നാ. എന്താണ്? വൾക്കനൈസേഷൻ. റബ്ബറിന്റെ കട്ടി കൂട്ടാനായി സൾഫർ ഉപയോഗിക്കുന്ന പ്രോസസ്സിനെ എന്ത് വിളിക്കുന്നു? വൾക്കനൈസേഷൻ എന്ന് വിളിക്കുന്നു. ക്ലിയർ ആയില്ലേ? റബ്ബറിന്റെ കട്ടി കൂട്ടാൻ എന്തുപയോഗിക്കുന്നു? സൾഫർ ഉപയോഗിക്കുന്നു. റബ്ബറിന്റെ കട്ടി കൂട്ടാൻ സൾഫർ ഉപയോഗിക്കുന്ന പ്രോസസ്സിനെ വൾക്കനൈസേഷൻ എന്ന് പറയുന്നു. ഈ വൾക്കനൈസേഷൻ കണ്ടെത്തിയതാര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാൾസ് ഗുഡ് ഇയർ എന്ന് പറയുന്ന ആളാണ്. ചാൾസ് ഗുഡ് ഇയർ എന്ന് പറയുന്ന ആളാണ് എന്ത് കണ്ടെത്തിയത്? വൾക്കനൈസേഷൻ കണ്ടെത്തിയത്. പക്ഷേ വൾക്കനൈസേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പേറ്റന്റ് കിട്ടിയത് ആർക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തോമസ് ഹാൻകോക്കിനാണ് എന്ന് പറയണം. ആർക്കാണ്? തോമസ് ഹാൻകോക്ക്. അപ്പൊ വൾക്കനൈസേഷൻ കണ്ടെത്തിയത് ആരാണ്? ചാൾസ് ഗുഡ് ഇയർ ആണ്. വൾക്കനൈസേഷൻ കണ്ടെത്തിയത് ചാൾസ് ഗുഡ് ഇയർ എന്ന് പറയുന്ന വ്യക്തിയാണ്. വൾക്കനൈസേഷൻ കണ്ടെത്തിയതിനുള്ള പേറ്റൻസ് ലഭിച്ചത് തോമസ് ഹാൻകോക്കിനാണ് എന്ന് മനസ്സിലാക്കാം. ഇനി ഇലക്ട്രിക് ബൾബ് ഒക്കെ ഉണ്ടല്ലോ, ഇലക്ട്രിക് ബൾബ്, ആ ബൾബില് ഇൻസുലേറ്റർ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എന്ത്? റബ്ബർ. ഇലക്ട്രിക് ബൾബില് ഇൻസുലേറ്റർ ആയിട്ട് നമ്മൾ റബ്ബർ ഉപയോഗിക്കുന്നുണ്ട്. ആ റബ്ബർ ഏതാന്ന് ചോദിച്ചാൽ നമ്മുടെ നിയോപ്രിൻ ആണ്. കൃത്രിമമായിട്ട് നിർമ്മിച്ച റബ്ബർ ഇല്ലേ, ആ റബ്ബറാണ് നമ്മൾ ഇലക്ട്രിക് ബൾബുകളിൽ ഇൻസുലേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ ടയറുകളൊക്കെ അതുപോലെ തന്നെ ചെരുപ്പുകളൊക്കെ എന്തുകൊണ്ട് നിർമ്മിക്കുന്നുണ്ട്? റബ്ബർ കൊണ്ട് നിർമ്മിക്കുന്നുണ്ട് അല്ലേ. അങ്ങനെ ടയർ, ചെരുപ്പ് എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന റബ്ബറിന്റെ പേര് SBR എന്നാണ്. SBR. എന്താ SBR? എസ് എന്ന് പറഞ്ഞാൽ സ്റ്റൈറീൻ. എസ് എന്താണ്? സ്റ്റൈറീൻ കേട്ടോ. സ്റ്റൈറീൻ. ബി എന്താണ്? ബ്യൂട്ടോഡിൻ. സ്റ്റൈറിൻ ബ്യൂട്ടോഡിൻ. എന്താ? റബ്ബർ തന്നെ കേട്ടോ മക്കള്. ഇപ്പൊ ടയറും ചെരുപ്പൊക്കെ നിർമ്മിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് SBR ആണ്, അതായത് സ്റ്റൈറീൻ ബ്യൂട്ടോഡിൻ റബ്ബർ ആണ്. ഇപ്പൊ പ്രകൃതിദത്തമായ സ്വാഭാവിക റബ്ബറാണ് ഐസോപ്രിൻ, കൃത്രിമമായിട്ട് നിർമ്മിച്ച റബ്ബറാണ് നിയോപ്രിൻ. റബ്ബർ ലയിക്കുന്ന ലായനി ബെൻസീൻ ആണ്. റബ്ബറിന് കട്ടി കൂട്ടാൻ നമ്മൾ ഉപയോഗിക്കുന്നത് സൾഫർ ആണ്. ആ പ്രക്രിയയെ നമ്മൾ വിളിക്കുന്നത് വൾക്കനൈസേഷൻ എന്നാണ്. ബൾബിലൊക്കെ, നമ്മുടെ ഇലക്ട്രിക് ബൾബിലൊക്കെ ഇൻസുലേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്ന റബ്ബർ നിയോപ്രിൻ ആണ്. ടയർ, ചെരുപ്പ് എന്നിവയിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന റബ്ബർ സ്റ്റൈറിൻ ബ്യൂട്ടോഡിൻ റബ്ബറാണ്. ഇനി റബ്ബറിന്റെ കട്ടി കൂട്ടാൻ ഉപയോഗിക്കുന്ന സൾഫർ ഉപയോഗിക്കുന്ന ആ പ്രോസസ്സിന് വൾക്കനൈസേഷൻ എന്ന് പറഞ്ഞു. വൾക്കനൈസേഷൻ കണ്ടെത്തിയത് ചാൾസ് ഗുഡ് ഇയർ എന്ന് പറയുന്ന ആളാണ്. ചാൾസ് ഗുഡ് ഇയർ വൾക്കനൈസേഷൻ കണ്ടെത്തിയെങ്കിൽ വൾക്കനൈസേഷന് പേറ്റന്റ് കിട്ടിയത് ആർക്കാണ്? തോമസ് ഹാൻകോക്കിനാണ്. അപ്പൊ വൾക്കനൈസേഷന് പേറ്റന്റ് കിട്ടിയത് ആർക്കാണ്? തോമസ് ഹാൻകോക്കിനാണ്. ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത ചെറിയൊരു ടോപ്പിക്കാണ് റബ്ബർ കഴിഞ്ഞാൽ ഫൈബർ എന്നാണ് ടോപ്പിക്കിന്റെ പേര്. അപ്പൊ ഫൈബറിനെ കുറിച്ച് നമ്മളോട് ചോദിക്കാറുള്ളത് എന്താ ഫൈബർ എന്ന് ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താ വെച്ചാൽ, അതായത് നല്ല ബലമുള്ള നൂലുകളില്ലേ, ആ ബലമുള്ള നൂലുകൾ നിർമ്മിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന
പോളിമറിനെയാണ് ഫൈബർ എന്ന് പറയുന്നത്. അപ്പൊ ബലമുള്ള നൂലുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പോളിമറുകളാണ് ഫൈബറുകൾ. എന്താ ഫൈബറുകൾ? നല്ല ബലമുള്ള നൂലുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പോളിമറുകളാണ് ഫൈബറുകൾ എന്ന് പറയുന്നത്. ആദ്യമായിട്ട് നിർമ്മിച്ച കൃത്രിമ നൂല് ഏതാണ്? കൃത്രിമ നൂല് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, അത് നൈലോൺ. ആദ്യമായിട്ട് നിർമ്മിച്ച കൃത്രിമ നൂലിന്റെ പേരെന്താണ്? നൈലോൺ എന്നാണ്. ആദ്യമായിട്ട് നിർമ്മിച്ച കൃത്രിമ നൂല് നൈലോൺ ആണ്. ഇനി അടുത്തത് റയോണ്. നൈലോണിന്റെ പോലെ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട് റയോണ്. റയോണിന്റെ പ്രത്യേകത, റയോണിനെ നമ്മൾ കൃത്രിമ പട്ട് എന്ന് വിളിക്കുന്നു. അപ്പൊ കൃത്രിമ പട്ട് എന്ന് വിളിക്കുന്നത് റയോണിനെയാണ്. കൃത്രിമ പട്ട് എന്നറിയപ്പെടുന്നത് എന്താണ്? റയോൺ ആണ്. ഇതൊരു കൃത്രിമ നൂല് തന്നെയാണ്. റയോൺ എന്താണ്? ഒരു കൃത്രിമ നൂലാണ്. അതൊരു കൃത്രിമ പട്ട് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇനി പ്രകൃതിദത്തമായിട്ടുള്ള ഫൈബറുകൾ ഏതൊക്കെ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം കോട്ടനും സിൽക്കുമാണ്. അപ്പൊ കോട്ടനും സിൽക്കും ഒക്കെ, കോട്ടൺ അതുപോലെ സിൽക്ക്, ഇതിനെയൊക്കെ പ്രകൃതിദത്ത ഫൈബർ എന്ന് വിളിക്കുന്നു. എന്നാല് കൃത്രിമ ഫൈബർ എന്നറിയപ്പെടുന്നത് ഏതാണ്? കൃത്രിമ ഫൈബർ എന്നറിയപ്പെടുന്നത് നൈലോണ്. ഏതാണ്? നൈലോൺ. ആദ്യത്തെ കൃത്രിമ നൂല് നമ്മൾ പറഞ്ഞു അല്ലെ, നൈലോണും ടെറിലീനുമാണ്. നൈലോൺ, ടെറിലീൻ എന്നിവയെ നമ്മൾ എന്ത് വിളിക്കുന്നു? കൃത്രിമ ഫൈബർ എന്ന് വിളിക്കുന്നു. അപ്പൊ ഫൈബർ എന്ന് പറഞ്ഞാൽ ബലമുള്ള നൂലുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പോളിമറുകളാണ്. ബലമുള്ള നൂലുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പോളിമറുകളാണ് ഫൈബറുകൾ. ആദ്യ കൃത്രിമ നൂല് നൈലോൺ ആണ്. ആദ്യ കൃത്രിമ നൂല് ഏതാണ്? ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽ തരം നൈലോൺ ആണ്. കൃത്രിമ പട്ട് എന്നറിയപ്പെടുന്നത് ഏതാണ്? റയോൺ ആണ്. ഇതൊരു കൃത്രിമ നൂൽ തരം കൂടിയാണ്. പ്രകൃതിദത്തമായിട്ടുള്ള ഫൈബറുകൾക്ക് ഉദാഹരണമാണ് കോട്ടണും സിൽക്കും. കൃത്രിമ ഫൈബറുകൾക്ക് ഉദാഹരണമാണ് നൈലോണും ടെറിലീനും. അപ്പൊ ഇന്ന് നമ്മൾ റബ്ബറും ഫൈബറും ആണ് പഠിച്ചത്. ഇനി നമുക്ക് പഠിക്കാണ്ട് ആൽക്കഹോളിനെ കുറിച്ച് പഠിക്കാണ്ട്, അതുപോലെ തന്നെ വാട്ടറിനെ കുറിച്ച് പഠിക്കാണ്ട്, ഗ്ലാസിനെ കുറിച്ച്, ഇതൊക്കെ ഗ്ലാസുകളെ കുറിച്ചിട്ടൊക്കെ പരീക്ഷയ്ക്ക് ഗ്ലാസുകൾക്ക് നിറം നൽകുന്നത്, അതുപോലെ തന്നെ കുറച്ച് ഔഷധങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാണ്ട്. അപ്പൊ അത്രയും കാര്യം അടുത്ത ദിവസം പഠിക്കാം കേട്ടോ.